ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണോ? ഞാനിവിടെ സുഖമായിരിക്കണു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സൂപ്പർ ക്രിസ്പി ഉഴുന്നുവടയാണ്. അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് വീട്ടിൽ എങ്ങനെ സൂപ്പർ ക്രിസ്പി ആയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ നോക്കാവേ. ഞാൻ തലേ ദിവസം തന്നെ രാത്രി ഉഴുന്ന് വെള്ളത്തിലിട്ടു. ഞാൻ ബോൾ ഉഴുന്നല്ല, സ്പ്ലിറ്റ് ഉഴുന്നാണ് വെള്ളത്തിലിട്ടത്. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അത് രാവിലെ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഐസ് ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ സ്മൂത്തായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല, പകരം ഐസ് ഇട്ട് കൊടുക്കുക. ഐസ് ഇട്ടിട്ട് നല്ല കട്ടിക്ക് അരച്ചെടുത്തെടുക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ലൂസായി തോന്നുകയാണെങ്കിലോ 1-2 സ്പൂൺ എന്തിട്ട് കൊടുക്കാം, നമുക്ക് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഞാൻ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ മാവിലോട്ട് ഇഞ്ചി, പച്ചമുളക്, സവാള, ജീരകം, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം കയ്യ് തണുത്ത വെള്ളത്തിൽ നന്നായി മുക്കിയിട്ട് നമ്മൾ എന്താ പറയുക, ബോളാക്കുക. നടുവിലൊരു ഹോൾ ഇടുക. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുക. എണ്ണ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കണേ. അതിനുശേഷം നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് വെക്കുക. അതിനുശേഷം അത് വാങ്ങുമ്പോൾ വീണ്ടും കൂട്ടി വെക്കുക. എന്നിട്ട് മാക്സിമത്തിൽ വെച്ചിട്ട് അത് വാങ്ങുക. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു ചൂട് അഡ്ജസ്റ്റ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എണ്ണ പിടിക്കാതിരിക്കാനും നമുക്ക് സൂപ്പർ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ ഉഴുന്നുവട പെയർ ചെയ്തത് ചട്നിയുടെ കൂടിയും അതുപോലെ റെയിൻഡിയറിൻ്റെ മീറ്റ് കറിയുടെ കൂടിയാണ് പെയർ ചെയ്തത്. ഇതേ നോക്കൂ, ഇത്രയും സൂപ്പർ ക്രിസ്പി ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഉഴുന്നുവട കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ഉഴുന്നുവട പെയർ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ മീറ്റ് കറിയുടെ കൂടെയാണെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങളുടെ ഒരു ഹൈദരാബാദ് ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.